അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6-ാം ക്ലാസ്സിലെ ഫിഖ് 5-ാമത്തെ പാഠം സുബു അലൈഹി ദനൂബം മിമ്മാ. ഒരു അറാബിയായ ആൾ പള്ളിയിൽ വന്ന്, അയാൾക്ക് പള്ളിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ല. അയാൾ പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ പരിഹാരമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആ മൂത്രം എന്തായാലും പള്ളിയിലാണ്, നമ്മളെ പോലത്തെ പള്ളിയല്ലല്ലോ, അവിടുത്തെ പള്ളി മണലാണ്, ആ ഭൂമിയിൽ മൂത്രമായിപ്പോയി. ഇനിയിപ്പോൾ ശുദ്ധിയാക്കാനുള്ള വഴി എന്താണ്? ഒരു ബക്കറ്റ് വെള്ളം, മൂത്രം ഇപ്പോൾ ഒരു ബക്കറ്റൊന്നും ഉണ്ടാവില്ല, കുറച്ച് വെള്ളം മൂത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം, ബക്കറ്റ് വെള്ളം അതിൻ്റെ മുകളിൽ കൊണ്ട് ഒഴിച്ചാൽ മതി. ആ പള്ളി, ആ മൂത്രം ഒഴിച്ച സ്ഥലം വൃത്തിയാകും, ശുദ്ധിയാകും. ആ പാഠത്തിൻ്റെ തദ്രീബാത്ത് നസ്വരു ചേരുമ്പട ചേർക്കാനാണ്. നായ, പന്നി എന്നിവ കൊണ്ട് നജസായത് മുഗല്ലളാണ്. സി, പാല് മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം എന്താണ്? ഡി, മുഖഫഫായ നജസാണ്. 3, മൂത്രം, രക്തം മുതലായവ എന്താണ്? ബി, മുത്തവസിത്ത്. ഇവിടെയൊക്കെ കൂടിയിട്ടുണ്ടോ ടൈപ്പ് ചെയ്തപ്പോഴേ, മൂത്രം എന്നുള്ള മീമ് കൂടിക്കണേ. 4, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, അത് മുത്തവസിത്ത്. ചെറിയ മത്സ്യം അഫു അഫു ചെയ്യപ്പെടുന്നത്. ഞാൻ കളർ മാറ്റിയിട്ടുണ്ട്, റെക്കോർഡ് സമയം ശ്രദ്ധ തെറ്റിപ്പോവാണ്. പിന്നെ നുമയ്യിസ് ത്വാഹിറ മിനൻ നജസാത്തി, നജസായതിൽ നിന്ന് ത്വാഹിറിനെ വേറെയാക്കണം. ഇതിൽ കുറേ നജസുകളുണ്ട്, ത്വാഹിറുണ്ട്. ഏതാണ്? അതിൽ നിന്ന് മാഫു അൻഹു ഉണ്ട്, മാഫു അൻഹു അല്ലാത്തതും ഉണ്ടാവും. പൊറുക്കപ്പെടുന്ന വിട്ടുവീഴ്ചയുള്ള നജസ്, വിട്ടുവീഴ്ച അല്ലാത്ത നജസ് കേട്ടോ. അത് വേറെ വേറെ ആക്കാനാണ്. നജസ് തന്നെയാണ്, പക്ഷേ ഇസ്ലാം അതിൽ വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തത് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഇതൊക്കെ കേട്ടോ. ഇതിങ്ങനെല്ലാം വായിച്ച ഇവിടെ എഴുതിയിരിക്കും ഞാൻ. നജസ് മാഫൂവനാണ്, വിട്ടുവീഴ്ചയുള്ള നജസുകൾ. ചത്ത പേന്, കൊതുകിൻ്റെ രക്തം, പയത്തിലെ ചത്തപ്പുഴു, ഇതൊക്കെ വിട്ടുവീഴ്ചയുള്ള നജസുകളാണ്. എന്നാൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നജസുകൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ കേട്ടോ, ലോകത്തുള്ളതല്ല, ഈ പറഞ്ഞ കൂട്ടത്തിൽ. ചത്ത ആടിൻ്റെ പാല്, ഒരുപാട് ചത്താൽ അതിൻ്റെ പാല് നജസാണ്. പാമ്പിൻ്റെ വിഷം, പാമ്പിൻ്റെ ജീവിതത്തിലാകട്ടെ ചത്താലാകട്ടെ വിഷം നജസാണ്. ചത്ത കോഴി, ആ കോഴി ചത്ത മാപ്പില്ല, തിന്നാൻ പറ്റുന്ന നജസാണ്. നജസ് ഏത്? നജസ് അല്ലാത്തത് ഏത്? ഈ പറഞ്ഞ നജസാണ്, പക്ഷേ വിട്ടുവീഴ്ച നജസുകളാകുന്നു. പിന്നെ വായിൽ നിന്ന് വരുന്ന കേല, അത് ഉദ്ധിപ്പെട്ട കേട്ടോ, ഇതിങ്ങനെ കൊള്ളൂല അങ്ങനെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാഷ്ടം, വിട്ടുവീഴ്ചല്ല. പിന്നെ ആമാശയത്തിന് വരുന്ന കേല, 2 ഉണ്ടേ. തൊള്ളയിൽ നിന്ന് വരുന്നത്, അടിയിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നജസാണ്. അതല്ലാത്തതാണ്, വായിൽ നിന്ന് വരുന്നതാണെങ്കിൽ മാഫു അൻഹു ആണ് കേട്ടോ. നുജീബു, നമുക്ക് ഉത്തരം പറയാം. ഉത്തരം എഴുതിയാൽ മതി, പറയണ്ട. വെള്ളത്തിൽ മാത്രം അഫുൽ ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? വെള്ളത്തിൽ പൊറുക്കപ്പെടുന്ന അങ്ങനത്തെ നജസ്സുകൾ ഏതൊക്കെയാണ്? വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം 1, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേന തുടങ്ങിയവയുടെ ശവം മുതലായ വെള്ളത്തിൽ മാത്രം അഫു ചെയ്യപ്പെടുന്നവയാണ്. 2, ഭക്ഷണത്തിൽ അഫു ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? ഭക്ഷിക്കുമ്പോൾ നജസായി പരിഗണിക്കൂല, നജസാണ്, പക്ഷെ വിട്ടുവീഴ്ചയുണ്ട്. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, ഇവിടൊക്കെ കൂടിക്കണ്, അതെന്തോ ഒരു ഫോൾഡർക്ക് മാറ്റിയപ്പോൾ സംഭവിച്ചു, അതൊക്കെ എഴുതിയാൽ തിരിച്ചല്ലേ. ശേഷിക്കുന്ന രക്തം, പിന്നെ പയത്തിൽ നിന്നുണ്ടായ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി, ജീവികളുടെ അകിടിലെ കുറഞ്ഞ നജസ് തുടങ്ങിയവ.
ഭക്ഷണത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകളാണ്. 3. നിസ്കാരത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? നിസ്കരിക്കുമ്പോൾ അഫ്വുണ്ട്, അല്ലാണ്ട് അഫ്വില്ല. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, അതിനർത്ഥം ഒലിക്കേണ്ട രക്തം ഉണ്ടാവില്ല, അങ്ങനത്തെ ജീവിയുടെ രക്തം നിസ്കാരത്തിൽ അഫ്വുണ്ട്. മുറിവുകളിലെയും വ്രണങ്ങളുടെയും രക്തം, സ്വന്തം മുറിയത്തിൻ സ്വന്തം മുറിമുള്ള കുരു, അതിൻ്റെയൊക്കെ രക്തം. മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം തുടങ്ങിയവ. 1, 2, 3, 4 അല്ലേ? ഓക്കെ, ഇനിയുണ്ട് വരെ. അവിടെ എഴുതാൻ സ്ഥലവും വേണ്ടേ അല്ലേ? പിന്നെ മുഖഫഫായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? നജസിനേക്കാൾ കൂടുതൽ വെള്ളം അതിൽ കുടഞ്ഞാൽ മതി. നമ്മളെ മുലപ്പാൽ മാത്രം കുടിച്ച് കുട്ടി 2 വയസ്സാകാത്ത ആ കുട്ടി മൂത്രമൊഴിച്ചാൽ എന്ത് ചെയ്യുക? ആ മൂത്രത്തിനേക്കാൾ വെള്ളം എന്ത് ചെയ്യുക? കൊണ്ടുപോയി, അല്ലാണ്ട് കൊണ്ടുപോയി കഴുകൊന്നും വേണ്ട. നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടിഞ്ഞാൽ മതി. 5. മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? നായാവന്നീ പോലെയുള്ളതിൽ നിന്ന് നജസ്സായാൽ എന്തു ചെയ്യും? നജസിൻ്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. 1 തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. 6. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? മലിനമായ വസ്തുവിന് നിറം, മണം, രുചി എന്നിവ ഒന്നുമില്ലെങ്കിൽ 1 തവണ അതിനു മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ ശുദ്ധിയാകും മതി. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ, മണം, രുചിയുടെ ഇവിടെ കണ്ടിട്ടോ, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയെങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നത് കുഴപ്പമില്ല. നീക്കിയിട്ട് പോകുന്ന ബ്ലേഡും കൊണ്ട് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട. എന്ത്? നിറം, മണം, രുചിയല്ല. രുചി പോകുന്നത് വരെ കഴുകണം. 7. വെള്ളമല്ലാതെ ഇസ്തിഞ്ചായിന് പറ്റിയ വസ്തുക്കൾ ഏതെല്ലാം? മലം, മൂത്രം വിസർജിച്ചാൽ അത് ശുദ്ധിയാക്കുന്നതിനെ പറ്റിയാണ് ഇസ്തിഞ്ചാ എന്ന് പറയും. അതിന് ഇസ്തിഞ്ചായിന് പറ്റിയ വെള്ളമില്ലാത്ത വസ്തുക്കൾ എന്താ? കല്ല്, ടിഷ്യൂ പോലെയുള്ളത് കേട്ടോ, മുതലായവ. കല്ല്, ടിഷ്യൂ മുതലായവ കേട്ടോ. ഇനി അക്തൂബ് ഫിക്കുറ കുറച്ച് എഴുതാണ്ട് മക്കളെ. അള്ളാഹു താ നല്ല എഴുത്താക്കി തരട്ടെ. അള്ളാഹു നജസായത് ശുദ്ധീകരിക്കൽ എങ്ങനെ? അപ്പോൾ അവിടെ 3 ചോദ്യങ്ങൾ വരും. നജസേതാ ഉസ്താദേ? നജസേതാണ്? മുഗല്ലദാണോ? അതിന് വേറെയാണ്. മുത്തവസ്സിത്താണോ? അതിന് വേറെയാണ്. മുഖഫഫാണോ? അതിന് വേറെയാണ്. പറഞ്ഞോടി. മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കൽ. നജസിൻ്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. 1 തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. മുഖഫഫ് ആയ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കൽ. നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതിയാകും. കുട്ടീൻ്റെ മൂത്രം, ആ പറഞ്ഞ കുട്ടിയുടെ എല്ലാ കുട്ടിയല്ലേ. പിന്നെ മുതവസ്സിതായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കൽ. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ ഒന്നുമില്ലെങ്കിൽ 1 തവണ അതിനു മുകളിലൂടെ വെള്ളം ഒഴിക്കിയാൽ മതി. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കഴുകി എങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. വെള്ളം ഒഴിച്ചു കഴുകിയെങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. ഇത് അറബിക് കീബോർഡ് എന്ന് എഴുതിയതാട്ടോ. അറബി മലയാളമല്ലാണ്ട് വിട്ടുപോയപ്പോഴേ മടി കൊണ്ട് പിന്നെ അങ്ങോട്ട് മൊബൈൽ കയറ്റി പിന്നെ തിരുത്തണം. അപ്പം മടി കാണിച്ചു എന്ത് ചെയ്തു? നിങ്ങൾ എഴുതി വെള്ളം ഒഴിച്ചു കഴുകിയെങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. പറ്റും, ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ, കുറേ കുത്തി കുറച്ചൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ പോട്ടെ, വിഷയം മനസ്സിലായാൽ മതിയല്ലോ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നത് കുഴപ്പമില്ല.
നജസായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ടു കെടുകിയാൽ ശുദ്ധിയാവുകയില്ല. നജസായ ഭാഗത്തു വെള്ളം ഒഴുക്കിയാണ് അത് ശുദ്ധീകരിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഒരു തുണിയിൽ മൂത്രമായാലും ഒരു ബക്കറ്റ് കൊണ്ട് മുക്കരുത്. ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിക്കാണ്ട് ഈ നജസിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇസ്തിൻജാ ചെയ്യുമ്പോൾ നജസിൻ്റെ നിറം, മണം, രുചി നീങ്ങുന്ന രീതിയിൽ ശുദ്ധിയാക്കണം. നജസിനെ വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ്. ഇനി ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ശുദ്ധീകരണം എങ്ങനെയാണ്? നജസിനെ ശുദ്ധീകരിക്കണം പറയല്ലേ. ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ശുദ്ധീകരണം, നജസിനെ വലിച്ചെടുക്കുന്ന ടിഷ്യൂ കൊണ്ട് ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ടിഷ്യൂ മുതലായവ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ഉണങ്ങാതിരിക്കുക, പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാതിരിക്കുക, മറ്റു വസ്തുവുമായി കൂടിക്കലരാതിരിക്കുക, നജസ് പുറപ്പെട്ട സ്ഥലം ശുദ്ധമാകുന്ന രീതിയിൽ 3 തവണ പൂർണ്ണമായി തടവുക തുടങ്ങിയവയാണവ. വായിച്ചോയിക്കോട്ടെ, ഒറ്റോട്ടം വായിക്കണുള്ള വായിച്ചൊക്കെ തന്നെ പഠിക്കുള്ളൂ. ഇതൊക്കെ പഠിക്കണം, ശരിക്കും എഴുതി പഠിക്കണം. ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രം, നല്ല ശ്രദ്ധ വേണം. അല്ലാഹ്. ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ശുദ്ധീകരണം. ഇസ്ലാം പ്രായോഗിക മതമാണ്. ഇസ്ലാമിൻ്റെ എല്ലാ ആശയങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു നിർത്തേണ്ട ഒന്നാണ് മാലിന്യം. അത് എല്ലാവരും സമ്മതിക്കുന്ന ഒന്നാണ്. മാലിന്യം ശുദ്ധീകരിക്കുന്നതിൽ മറ്റു മതങ്ങളിൽ ഇല്ലാത്ത ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിലുണ്ട്. മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമായത് മാത്രമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇന്നദ്ദീന യുസ്ർ, ദീന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ രോഗങ്ങൾക്ക് നിമിത്തമാകും. അതുകൊണ്ട് തന്നെ അത് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. എന്നാൽ കാഷ്ടം, മൂത്രം എന്നിവ നജസ് ആണെങ്കിൽ പോലും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ കാഷ്ടം, അത് വെള്ളത്തിൽ ഇളവ് നൽകപ്പെടും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിസ്കരിക്കുമ്പോൾ നജസ് മാറ്റി നിർത്തേണ്ടതുണ്ട്. നിസ്കരിക്കുമ്പോൾ നജസ് മാറ്റി നിർത്തേണ്ടതുണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന രക്തം അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ പോലും നിസ്കാരം ശരിയാകും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും മനുഷ്യന് പ്രായോഗികമായത് മാത്രമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാം ഇളവ് നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, മശായിഖുമാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനേ. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. കടമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്.
ജോലിയിലും ബിസിനസ്സിലും എല്ലാത്തിലും നീ സന്തോഷം തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾ, ഞങ്ങൾ ശിഷ്യന്മാർ, അവർക്കൊക്കെ നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ല ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. പഠന കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാക്കണേ അല്ലാഹ്. പൊരുത്തമുള്ളവരാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നീ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി നിന്റെ ഇഷ്ടം സമ്പാദിച്ചവരിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള പലരുടെയും മാതാപിതാക്കൾ ഉമ്മമാരായി ഉപ്പമാരായി ഖബറിലുണ്ട് അല്ലാഹ്. ആ ഖബർ നീ വെളിച്ചാക്കണേ അല്ലാഹ്. സ്വർഗാക്കണേ അല്ലാഹ്. റാഹത്തുള്ള ഖബറാക്കണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. السلام عليكم.